ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. ഇൻ്റർപേഴ്സണൽ തന്നെ ഉദ്ദേശിക്കണമെന്നില്ല, ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തേ ഉള്ളൂ, നമ്മളൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരണം എന്നുണ്ടെങ്കിൽ അതെന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇൻ്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നതിനാണ് ഇൻ്റർപേഴ്സണൽ, രണ്ട് പേഴ്സൺ തമ്മിലുള്ള സംസാരം. ആ സംസാരം മീൻസ് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ സ്കിൽസ് വേണം എന്നുള്ളതാണ്. It allows the individual to convey their thought clearly, listen actively and build rapport. എന്ത് ചെയ്യണം, നമുക്ക് മറ്റൊരാളോട് നമ്മളുടെ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ക്ലിയറായിട്ട് കൺവേ ചെയ്യാനും, അതുപോലെ നമുക്ക് മറ്റൊരാൾ പറയുന്നത് പ്രോപ്പറായിട്ട് ലിസൺ ചെയ്യാനും, അതുപോലെ നമുക്ക് ബിൽഡ് റാപ്പോർട്ട് ബിൽഡ് ചെയ്യാനും എന്തൊക്കെ സ്കിൽസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഇൻവോൾവ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഓക്കെ, അതിന് നമ്മൾ പീപ്പിൾ സ്കിൽസ് എന്നും കൂടെ പറയുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ പീപ്പിൾ സ്കില്ലെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഒരാൾക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ലാംഗ്വേജ് ആണ്. നമ്മൾ ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ഓഡിയൻസ് ആണുള്ളത് അതിനനുസരിച്ച് നമുക്ക് വെർബൽ സ്കിൽസും കൂടെ ആവശ്യമായിട്ട് വരും. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് സ്പോക്കൺ വേർഡ് ടു കൺവേ മെസ്സേജസ് ആൻഡ് മീനിങ്സ്. It include choosing the appropriate language, tone and style of the audience and context, speaking clearly and confidently. ഓക്കെ, ഇതാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. നമ്മൾ നല്ലൊരു നോളജ്, എല്ലാ ലാംഗ്വേജിലും നമുക്ക് അത്യാവശ്യം നോളജ് വേണം. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, നമ്മളുടെ ടോണ് നല്ല രീതിയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. ആൻഡ് അതുപോലെ നമ്മളുടെ ഓഡിയൻസ് ആൻഡ് കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യുക. ചിലപ്പോൾ വളരെ ഫോർമലായിട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും, ചിലപ്പോൾ നമ്മൾ കൊളോക്കിയലി സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുക. ആൻഡ് സ്പീക്ക് ക്ലിയർലി ആൻഡ് കോൺഫിഡൻ്റ്ലി. ഇതാണ് നമ്മൾ വേർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മളുടെ സ്പോക്കൺ വേർഡ്സ് അല്ലാതെ നമുക്ക് എന്ത് വേണം, നോൺ വെർബലായിട്ടുള്ള സ്കില്ല് വേണം. എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ജസ്റ്റേഴ്സ്, ഐ കോണ്ടാക്ട് ആൻഡ് അതർ ക്യൂസ് ടു കോംപ്ലിമെൻറ്റ് ഓർ കോൺട്രാഡിക്റ്റ് വേർബൽ മെസ്സേജ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ചിലർ നമ്മളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകും, ചിലരുടെ ഹെഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാകും, ചിലരുടെ ഐ കോണ്ടാക്റ്റ് ഉണ്ടാകും, പല ജസ്റ്റേഴ്സ് ഉണ്ടാകും, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാകും. ഇതൊക്കെ നമ്മളുടെ വേർബൽ കമ്മ്യൂണിക്കേഷനെ സപ്ലിമെൻറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ വെർബൽ മെസ്സേജിനെ ഒന്നെങ്കിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനായിരിക്കാം. കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് ഒന്നും കൂടെ കൂട്ടുന്നതിന്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നതിന്, അല്ലെങ്കിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതിനായിരിക്കാം. കോൺട്രാഡിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട കാര്യങ്ങളുണ്ടാകും, പറഞ്ഞ് നിർത്തേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യണം, ടൈം കുറവാണെന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ജസ്റ്റേഴ്സ് ആയിരിക്കണം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഐദർ കോൺട്രാഡിക്റ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ടു ദ വെർബൽ മെസ്സേജ് വി യൂസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ദെൻ അടുത്തത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. നമുക്ക് എഴുതാനുള്ള എബിലിറ്റിയും കൂടെ വേണം. നമുക്ക് ഒക്കെ പറഞ്ഞിട്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, എഴുതിയും കൂടെ നമുക്ക് ചെയ്യാനുണ്ടാകും. So it use correct grammar, spelling and punctuation, organizing and structuring ideas logically and coherently, using clear and concise language. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എഴുതുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് കീപ്പ് ചെയ്യുക, ഗ്രാമേഴ്സ് കീപ്പ് ചെയ്യാൻ നോക്കുക, പങ്ക്ച്വേഷൻസ് വേണ്ട സ്ഥലത്ത് പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് വേണ്ടിടത്ത് ഫുൾ സ്റ്റോപ്പ്, കോമ വേണ്ടിടത്ത് കോമ. കാരണം ഒരു കോമയ്ക്ക് പോലും നമ്മളുടെ മീനിങ്ങിൽ ഒരുപാട് ഡിഫറൻസ് വരുത്താനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിൽ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുക. ദെൻ ലോജിക്കലി നമ്മളുടെ എന്ത് ചെയ്യുക, വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തത് ലിസണിങ് സ്കില്ലാണ്. ലിസണിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാക്സിമം നമ്മളുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മളുടെ ലിസണിങ് അല്ലെങ്കിൽ അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസ് പരമാവധി നമ്മൾ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. ആൻഡ് നമ്മളുടെ ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മൾ ഷോ ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ടൈം ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഡ്യൂറിങ് ദ കോൺവെർസേഷൻ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നമ്മളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം, അതിന് പറ്റും.
അത് നമ്മളുടെ ലിസണിങ് സ്കില്ലാണ്, അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ദെൻ ഡിപ്പെൻഡബിലിറ്റിയാണ്. ഡിപ്പെൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റിംഗ് റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ ഗോൾസ്, പ്രയോറിറ്റൈസിങ് ആൻഡ് മാനേജിങ് ടൈം എഫക്റ്റീവ്ലി, ഫോളോയിങ് ത്രൂ ആൻഡ് ഡെലിവറിങ് ഓൺ പ്രോമിസ് ആൻഡ് ബീയിങ് അക്കൗണ്ടബിൾ ആൻഡ് ഹോണസ്റ്റ്. നമ്മളുടെ സ്കിൽസ് കണ്ട് അല്ലെങ്കിൽ നമ്മളുടെ എബിലിറ്റീസ് കണ്ടിട്ട് മറ്റുള്ളവർക്കും കൂടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. നമ്മൾ ഇപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗോൾ മറ്റുള്ളവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോളുകളായിരിക്കണം. നമ്മളുടെ ടൈം എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ പ്രോമിസ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് തീർക്കണം. അതിന് നമ്മൾ അക്കൗണ്ടബിളാണ്. അപ്പം മറ്റുള്ളവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബിഹേവിയർ അല്ലെങ്കിൽ സ്കില്ലായിരിക്കണം നമുക്കുള്ളത്. ഡിപ്പെൻഡബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ എംപതിയാണ്. എംപതി എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിങ്സ്, തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ചിന്തയിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. നമ്മളുടെ മാത്രം ശരിയെന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ എക്സ്പ്രഷൻസ് എന്താണോ അതിൻ്റെയും കൂടെ രീതിയിലായിരിക്കണം നമ്മൾ ജഡ്ജ്മെൻറ്റ് നടത്തുന്നതും ഇൻഫോർമേഷൻസ് സ്വീകരിക്കുന്നതും അതുപോലെ ഡിസിഷൻസ് എടുക്കേണ്ടതും. മറ്റുള്ളവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരുടെ രീതിക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഐഡിയാസ് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ് എംപതി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീയിങ് ത്രൂ അതേഴ്സായി. ഓക്കെ. ദെൻ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ലെന്ന് പറയുന്നത് എന്താ? മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ലാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആൻഡ് റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, അത് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അവരെ പെർസ്യൂ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യുക, അതായത് നമ്മളെ ഫോളോ ചെയ്യാൻ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ മറ്റുള്ളവർക്ക് ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക്സ് നമ്മൾ സ്വീകരിക്കുന്നത്, കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ചാലഞ്ചസ് നമ്മൾ റിസോൾവ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതും എന്താണ്? നമ്മളുടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് വേണ്ട ഒരു സ്കില്ലാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. നമുക്ക് തിരിച്ചും പറയാം, ഒരു ഗുഡ് ലീഡറിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്നും പറയാൻ പറ്റും നമുക്ക്. ദെൻ ടീം വർക്ക് ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മളൊരു ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഇവരൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരുടെയൊക്കെ ഡൈവേഴ്സിറ്റീനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. നമ്മളുടെ ഐഡിയാസ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ കേൾക്കാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും ഉള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഒരു ടീം വർക്ക് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഷെയറിങ് ഉണ്ടാവുള്ളൂ. ദെൻ ബിൽഡിംഗ് റാപ്പോർട്ടാണ്. റാപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങളും സംസാരിക്കാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനുള്ളൊരു ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റണമെന്നില്ല, ബട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് റാപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മൾ എല്ലാവരുമായിട്ടും കീപ്പ് ചെയ്ത് വയ്ക്കാം. അത് ചിലപ്പോൾ നമുക്ക് ഇൻഫോർമലി ഉള്ള ടോക്കിലൂടെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ. ഒഫീഷ്യലി മാത്രം കിട്ടണമെന്നില്ല, നമുക്ക് ഇൻഫോർമൽ ടോക്സിലൂടെയാണ് കൂടുതൽ റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ദെൻ ഫീഡ്ബാക്ക്സ്, ബി ഓപ്പൺ ടു ഫീഡ്ബാക്ക്. നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് റെസ്പോൺസസ് ഉണ്ടാകും. അത് നമ്മൾ ക്ലിയറായിട്ട് കേൾക്കുക, അല്ലെങ്കിൽ ആരെന്ത് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിലും അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മളുടെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ടൈപ്സ് എന്താണ്, ബാരിയേഴ്സ് ആൻഡ് അതിൻ്റെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്തൊക്കെയാണ്. ഇത്രയും വരുന്നൊരു ചെറിയ ചാപ്റ്ററാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.